1 ശമൂവേൽ 10-ാം അധ്യായം. അപ്പോൾ ശമൂവേൽ തൈലപാത്രം എടുത്ത് അവൻ്റെ തലയിൽ ഒഴിച്ചു അവനെ ചുംബിച്ച് പറഞ്ഞത്, യഹോവ തൻ്റെ അവകാശത്തിന് പ്രഭുവായി നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. നീ ഇന്ന് എന്നോട് പിരിഞ്ഞു പോകുമ്പോൾ ബെന്യാമിൻ്റെ അതിരിങ്കലെ സെൽസഹിൽ റാഹേലിൻ്റെ കല്ലറയ്ക്കരികെ വെച്ച് 2 ആളെ കാണും. നീ അന്വേഷിപ്പാൻ പുറപ്പെട്ടു പോകുന്ന കഴുതകളെ കണ്ടുവിട്ടിരിക്കുന്നു. നിന്റെ അപ്പൻ കഴുതകളെക്കുറിച്ചുള്ള ചിന്ത വിട്ട് എൻ്റെ മകനു വേണ്ടി ഞാനെന്ത് ചെയ്യേണ്ടെന്ന് പറഞ്ഞ് നിങ്ങളെക്കുറിച്ച് വിഷാദിച്ചിരിക്കുന്നു എന്ന് അവർ നിന്നോട് പറയും. അവിടുന്ന് നീ മുന്നോട്ട് ചെന്ന് താബോരിലെ കരുവലയത്തിനരികെ എത്തുമ്പോൾ ഒരുത്തൻ 3 ആട്ടിൻകുട്ടിയെയും വേറൊരുത്തൻ 3 അപ്പവും വേറൊരുത്തൻ 1 തുരുത്തി വീഞ്ഞും ചുമന്നുകൊണ്ട് ഇങ്ങനെ 3 പുരുഷന്മാർ ബേഥേലിൽ ദൈവത്തിൻ്റെ അടുക്കൽ പോകുന്നതായി നിനക്ക് എതിർപ്പെടും. അവർ നിന്നോട് കുശലം ചോദിക്കും. നിനക്ക് 2 അപ്പവും തരും. നീ അത് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊള്ളേണം. അതിൻ്റെ ശേഷം നീ ഫെലിസ്ത്യരുടെ പട്ടാളമുള്ള ദൈവഗിരിക്കെത്തും. അവിടെ പട്ടണത്തിൽ കടക്കുമ്പോൾ മുമ്പിൽ വീണ, തപ്പ്, കുഴൽ, കിന്നരം എന്നിവയോടുകൂടെ പൂജാഗിരിയിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു പ്രവാചകഗണത്തെ കാണും. അവർ പ്രവചിച്ചു കൊണ്ടിരിക്കും. യഹോവയുടെ ആത്മാവ് ശക്തിയോടെ നിന്റെ മേൽ വന്നിട്ട് നീയും അവരോടുകൂടെ പ്രവചിക്കുകയും ആൾ മാറിയതുപോലെ ആയിത്തീരുകയും ചെയ്യും. ഈ അടയാളങ്ങൾ നിനക്ക് സംഭവിക്കുമ്പോൾ യുക്തമെന്ന് തോന്നുന്നത് ചെയ്യുക. ദൈവം നിന്നോടുകൂടെ ഉണ്ട്. എന്നാൽ നീ എനിക്ക് മുമ്പ് ഗിൽഗാലിലേക്ക് പോകണം. ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും കഴിപ്പാൻ ഞാൻ നിന്റെ അടുക്കൽ വരും. ഞാൻ നിന്റെ അടുക്കൽ വന്ന് നീ ചെയ്യേണ്ടത് എന്തെന്ന് പറഞ്ഞു തരുവോളം 7 ദിവസം അവിടെ കാത്തിരിക്കണം. ഇങ്ങനെ അവൻ ശമൂവേലിനെ വിട്ടുപിരിഞ്ഞപ്പോൾ ദൈവം അവന് വേറൊരു ഹൃദയം കൊടുത്തു. ആ അടയാളങ്ങളെല്ലാം അന്ന് തന്നെ സംഭവിച്ചു. അവർ അവിടെ ഗിരിയിങ്കൽ എത്തിയപ്പോൾ ഒരു പ്രവാചകഗണം ഇതാ അവനെതിരെ വരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് ശക്തിയോടെ അവൻ്റെ മേൽ വന്നു. അവൻ അവരുടെ ഇടയിൽ പ്രവചിച്ചു. അവനെ മുമ്പേ അറിഞ്ഞവരൊക്കെയും അവൻ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ പ്രവചിക്കുന്നത് കണ്ടപ്പോൾ കീശിൻ്റെ മകൻ എന്ത് സംഭവിച്ചു? ശൗലും പ്രവാചകന്മാരുടെ കൂട്ടത്തിലായോ എന്ന് ജനം തമ്മിൽ പറഞ്ഞു. അതിന് അവിടുത്തുകാരിൽ ഒരുത്തൻ, ആരാകുന്നു അവരുടെ ഗുരുനാഥൻ എന്ന് പറഞ്ഞു. ആകയാൽ ശൗലുമുണ്ടോ പ്രവാചകഗണത്തിൽ എന്നുള്ളത് പഴഞ്ചൊല്ലായി തീർന്നു. അവൻ പ്രവചിച്ചു കഴിഞ്ഞ ശേഷം ഗിബെയയിൽ എത്തി. ശൗലിൻ്റെ ഇളയപ്പൻ അവനോടും അവൻ്റെ ഭൃത്യനോടും, നിങ്ങൾ എവിടെ പോയിരുന്നെന്ന് ചോദിച്ചു. കഴുതകളെ തിരയുവാൻ പോയിരുന്നു. അവയെ കാണായികയാൽ ഞങ്ങൾ ശമൂവേലിൻ്റെ അടുക്കൽ പോയെന്ന് അവൻ പറഞ്ഞു. ശമൂവേൽ നിങ്ങളോട് പറഞ്ഞത് എന്നെ അറിയിക്കണമെന്ന് ശൗലിൻ്റെ ഇളയപ്പൻ പറഞ്ഞു. ശൗൽ തൻ്റെ ഇളയപ്പനോട് കഴുതകളെ കണ്ടുവിട്ടിരിക്കുന്നെന്ന് അവൻ ഞങ്ങളോട് തിട്ടമായി അറിയിച്ചെന്ന് പറഞ്ഞു. എങ്കിലും ശമൂവേൽ രാജത്വം സംബന്ധിച്ച് പറഞ്ഞത് അവൻ അവനോട് അറിയിച്ചില്ല. അനന്തരം ശമൂവേൽ ജനത്തെ മിസ്പയിൽ യഹോവയുടെ സന്നിധിയിൽ വിളിച്ചുകൂട്ടി. ഇസ്രായേൽ മക്കളോട് പറഞ്ഞതെന്തെന്നാൽ, ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ ഇസ്രായേലിനെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്നു. മിസ്രയീമ്യരുടെ കയ്യിൽ നിന്നും നിങ്ങളെ ഉപദ്രവിച്ച സകല രാജ്യക്കാരുടെ കയ്യിൽ നിന്നും നിങ്ങളെ വിടുവിച്ചു. നിങ്ങളോ സകല അനർത്ഥങ്ങളിൽ നിന്നും കഷ്ടങ്ങളിൽ നിന്നും നിങ്ങളെ രക്ഷിച്ച നിങ്ങളുടെ ദൈവത്തെ ഇന്ന് ത്യജിച്ചു. ഞങ്ങൾക്കൊരു രാജാവിനെ നിയമിച്ച് തരണമെന്ന് അവനോട് പറഞ്ഞിരിക്കുന്നു. ആകയാൽ നിങ്ങളിപ്പോൾ ഗോത്രം ഗോത്രമായും സഹസ്രം സംസ്കൃതമായും യഹോവയുടെ സന്നിധിയിൽ നിൽപ്പീൻ. അങ്ങനെ ശമൂവേൽ ഇസ്രായേൽ ഗോത്രങ്ങളെല്ലാം അടുത്തു വരുമാറാക്കി. ബെന്യാമിൻ ഗോത്രത്തിന് ചീട്ട് വീണു. അവൻ ബെന്യാമിൻ ഗോത്രത്തെ കുടുംബം കുടുംബമായി അടുത്തു വരുമാറാക്കി. മത്രി കുടുംബത്തിന് ചീട്ട് വീണു. പിന്നെ കീശിൻ്റെ മകനായ ശൗലിനും ചീട്ട് വീണു. അവർ അവനെ അന്വേഷിച്ചപ്പോൾ കണ്ടില്ല. അവർ പിന്നെയും യഹോവയോട്, അയാൾ ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അതിന് യഹോവ, അവൻ സാമാനങ്ങളുടെ ഇടയിൽ ഒളിച്ചിരിക്കുന്നെന്ന് അരുളി ചെയ്തു. അവർ ഓടിച്ചെന്ന് അവിടെ നിന്ന് അവനെ കൊണ്ടുവന്നു. ജനമധ്യേ നിന്നപ്പോൾ അവൻ ജനത്തിൻ്റെ എല്ലാവരെക്കാളും തോൾ മുതൽ പൊക്കമേറിയവനായിരുന്നു. അപ്പോൾ ശമൂവേൽ സർവ്വജനത്തോടും, യഹോവ തിരഞ്ഞെടുത്തവനെ നിങ്ങൾ കാണുന്നുവോ? സർവ്വജനത്തിലും അവനെപ്പോലെ ഒരുത്തനും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. ജനമെല്ലാം രാജാവേ, ജയ ജയ എന്ന് ആർത്തു. അതിൻ്റെ ശേഷം ശമൂവേൽ രാജധർമ്മം ജനത്തെ പറഞ്ഞു ഏൽപ്പിച്ചു. അതൊരു പുസ്തകത്തിൽ എഴുതി യഹോവയുടെ സന്നിധിയിൽ വെച്ചു. പിന്നെ ശമൂവേൽ ജനത്തെയെല്ലാം വീട്ടിലേക്ക് പറഞ്ഞയച്ചു. ശൗലും ഗിബെയയിൽ തൻ്റെ വീട്ടിലേക്ക് പോയി. ദൈവം മനസ്സിൽ തോന്നിച്ച ഒരാൾക്കൂട്ടവും അവനോടുകൂടെ പോയി. എന്നാൽ ചില നീചന്മാർ, ഇവൻ നമ്മെ എങ്ങനെ രക്ഷിക്കുമെന്ന് പറഞ്ഞ് അവനെ ധിക്കരിച്ചു. അവന് കാഴ്ച കൊണ്ടുവരാതിരുന്നു. അവനോ അത് ഗണ്യമാക്കിയില്ല.